പാതയോരങ്ങളിലെ ബോർഡുകളും ബാനറുകളും ഉടൻ മാറ്റണമെന്ന് സംസ്ഥാന സർക്കാർ. ഇത് സംബന്ധിച്ച് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സർക്കുലർ ഇറക്കി കഴിഞ്ഞു. ബോർഡുകളും ബാനറുകളും മാറ്റാനുള്ള കോടതി നൽകിയ സമയപരിധി നാളെ അവസാനിക്കുന്നതുകൊണ്ടാണ് ഈ സത്വരമായ നടപടി. ഉത്തരവ് ലംഘിച്ചാൽ തദ്ദേശ സെക്രട്ടറിമാരിൽ നിന്ന് പിഴ ചുമത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 24 ബ്രേക്കിംഗ് MG പ്രതീഷ് ചേരുന്നു തിരുവനന്തപുരത്ത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. SKN നിരവധി ഉത്തരവുകൾ, നിരവധി സർക്കുലറുകൾ എന്നിട്ടും നടപ്പാക്കാൻ കഴിയാതെ പോയ ഒന്നാണ് ഈ പാതയോരങ്ങളിലെ അനധികൃതമായ ഫ്ലക്സ് ബോർഡുകൾ, ബാനറുകൾ, കൊടിതോരണങ്ങൾ എന്നിവ നീക്കം ചെയ്യുക എന്നത്. ഇപ്പോൾ വീണ്ടും സർക്കാർ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. ഈ മാസം 15-ാം തീയതിക്ക് മുമ്പ് സംസ്ഥാനത്തെ പാതയോരങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന ബാനറുകളും ബോർഡുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യണമെന്നതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. ഇത്തരത്തിൽ ഈ നിർദ്ദേശം ലംഘിച്ചാൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരിൽ നിന്ന് പിഴ ചുമത്താനാണ് തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട ഇന്നലെ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സർക്കുലർ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. വരുന്ന 3 ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായ സ്ക്വാഡുകൾ നിരത്തിലിറങ്ങണം. അനധികൃതമായി സ്ഥാപിച്ച എല്ലാ ബോർഡുകളും നീക്കം ചെയ്യണം. ഒപ്പം ഈ ജില്ലാ നോഡൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഇക്കാര്യം കൃത്യമായി നടപ്പിലാക്കണമെന്നതാണ് പ്രധാനമായും നിർദ്ദേശത്തിൽ പറയുന്നത്. സർക്കാരിന്റെ തന്നെ ഒരു വകുപ്പുകളും അനധികൃതമായി അല്ലെങ്കിൽ പൊതു നിരത്തുകളിൽ ബോർഡുകൾ സ്ഥാപിക്കാൻ പാടില്ല എന്ന് കൃത്യമായി ഈ ഉത്തരവുകളിൽ പറയുന്നുണ്ട്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു ശക്തമായൊരു നടപടിയിലേക്ക് നിലവിൽ തദ്ദേശ വകുപ്പ് കടന്നിരിക്കുന്നത്. അനധികൃതമായി സ്ഥാപിച്ച ബോർഡുകൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഈ പൊതുജനങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് പലയിടങ്ങളിലും ഈ ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും സ്ഥാപിക്കുന്നത്. ഈ കൊടിതോരണങ്ങൾ ഉൾപ്പെടെ അപകടത്തിന് കാരണമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തു വന്ന പശ്ചാത്തലത്തിലായിരുന്നു ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ. എന്തായാലും 15-ാം തീയതിക്ക് മുമ്പ് ഇത് നീക്കം ചെയ്യണം, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് പിഴ ഈടാക്കാനാണ് നിലവിൽ സർക്കാരിന്റെ തീരുമാനം. SKN. ഓക്കെ, താങ്ക് യു.